ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ്. സോയാ ചങ്കൊക്കെ ചേർത്ത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മാത്രം നല്ല ജീരകം പൊടിച്ചത് എന്നിവയാണ് പൊടികളായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അടുത്തതായി പിന്നെ 1 കപ്പ് സോയാ ചങ്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ യോഗട്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രോസൺ പീസ്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്ക, 4 കരയാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 4 ചുള വെളുത്തുള്ളി, 2 നല്ല എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിയിലയും പുതിനയും കൂടി ഒരു പിടി, പിന്നെ ഈ ഒരു സൈസിലുള്ള സവാള, തക്കാളി എന്നിവയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ 2 കപ്പ് ബസ്മതി റൈസ് വെച്ചാണ് ഞാനിവിടെ ഈ സോയ ചങ്ക് റൈസ് തയ്യാറാക്കുന്നത്. ഈ 2 കപ്പ് ബസ്മതി റൈസിലേക്കുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾ അരി കൂട്ടിയോ കുറച്ചോ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും അളവും വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ സോയാ ചങ്ക് 2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് തിളച്ച് വെന്ത് കിട്ടും. ഈ സോയാ ചങ്ക് തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരച്ചെടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അരച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പുതിനയും മല്ലിയിലയും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ പൊടികളും പിന്നെ തൈരും കൂടി ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക് ഇവിടെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സോയ നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിനി ഒന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുകയാണ്. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് കളഞ്ഞ്, ഈ സോയ ചങ്കിന് നിങ്ങൾക്ക് വലുപ്പം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നല്ല പോലെ ചൂടാറിയ ശേഷം ഒരു കത്രിക വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ വെച്ചോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിത് ചൂടാറിയ ശേഷം കൈ വെച്ച് തന്നെയാണ് കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്ത് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ കുക്കറിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു 200 ഗ്രാം വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വെണ്ണയൊന്ന് ഉരുകി വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. വെണ്ണ നന്നായി ഉരുകി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും പട്ടയും ഗ്രാമ്പൂവും അതുപോലെ ബേ ലീഫും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് നേരത്തേക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ സ്പൈസസ് ഒക്കെ നന്നായി മൂത്ത് കിട്ടിയാൽ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഇതുപോലെ നല്ല പോലെ ട്രാൻസ്പാരന്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ ട്രാൻസ്പാരന്റ് ആയി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രോസൺ പീസ് ആണ്. ഫ്രോസൺ പീസ് ഞാനൊന്ന് കഴുകിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫൈനായി അരച്ചെടുത്ത നമ്മുടെ അരപ്പാണ്. ഈ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളുടെയും പച്ചമണം കൂടി മാറാനും തിളപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന സോയാ ചങ്കാണ് ഇനി നമുക്കിതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചേർത്ത് കൊടുത്ത സോയാ ചങ്കിലേക്ക് എല്ലാ മസാലകളും നല്ലപോലെ പിടിച്ച് കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനൊരു 1 മിനിറ്റ് നേരത്തേക്ക് കുക്കറിന്റെ മൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം കുക്കറിന്റെ മൂടി തുറന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി അടുത്തതായി ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആണ്. റൈസ് ചേർത്ത് കൊടുത്ത ശേഷവും നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. 2 കപ്പ് റൈസിന് ഞാൻ 3.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലരുടെ കയ്യിലുള്ള ബസ്മതി റൈസിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ബസ്മതി റൈസിന് 2 കപ്പിന് ശരിക്കും 3.5 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ ഒരു
റൈസ് തയ്യാറാക്കുമ്പോൾ 3/4 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളൂ. കാരണം നമ്മളിതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും തക്കാളിയും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് എന്ത് തന്നെയായാലും നമ്മുടെ ഈ റൈസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് വെള്ളം കുറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രമാണ് ഞാനിവിടെ വരുത്തുന്നത്. വിസിൽ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുത്ത് മാറ്റി വെക്കണം. അതിനായി ഞാനൊരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറിയ രീതിയിൽ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉണക്കമുന്തിരി കൂടി റോസ്റ്റായി കിട്ടിയാൽ നമുക്കിത് സ്റ്റൗ നിർത്തി മാറ്റി വയ്ക്കാം. അങ്ങനെ കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ മാറി തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വെവായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ. നമ്മുടെ റൈസ് കുക്കറിൽ നിന്ന് ഇതുപോലെ ഒരു ബൗളിലേക്കൊക്കെ മാറ്റി ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് വെവും നല്ല അടിപൊളി ടേസ്റ്റുമായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ സോയ ചങ്ക് റൈസ്. അപ്പോൾ വളരെ വെറൈറ്റിയും ഒപ്പം ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റൈസ് റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റൈസിന്. ഈ ഒരു റൈസിന്റെ ഒപ്പം വേറൊരു കറിയുടെയും ആവശ്യമില്ല. കുറച്ച് തൈര് സൈഡ് ഡിഷ് ആയിട്ടുണ്ടെങ്കിൽ വയറ് നിറയെ കഴിക്കാവുന്ന ഒരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.